ആറാമതായിട്ട് നമുക്കൊരു സ്കില്ലാണ് പൊളിറ്റിക്കൽ സാവി എന്ന് പറയും. അതായത് ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഒരു കോട്ട് ഉണ്ട്. യുദ്ധം ജയിക്കാൻ ആയുധങ്ങൾ മാത്രം പോരാ, സാഹചര്യത്തെയും ആളുകളെയും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ പ്രധാന പാർട്ട് എന്ന് പറയുന്നത് ആളുകളെയും സാഹചര്യത്തെയും മനസ്സിലാക്കിയിട്ട് കണ്ണിങ് ആയിട്ട് ഇടപെടാൻ നമുക്ക് പറ്റണം. ഇപ്പോ ആളുകളുടെ പെരുമാറ്റ രീതി, അവരുടെ മാനസികാവസ്ഥ, അവരുടെ സംസാര രീതി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇടപെടലുകൾ നടത്താൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും അവനോട് സംസാരിക്കരുത്. അതേപോലെ തന്നെ നമുക്കൊരു ആശയം, ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം മറ്റൊരാളോട് സംസാരിക്കാനുണ്ട്. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് അതിന് പറ്റിയ സാഹചര്യമാണോ, അതിന് പറ്റിയ സമയമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഉദാഹരണമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ ഫോണിൽ വളരെ തിരക്ക് പിടിച്ച എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. കാരണം അയാളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്ലൈ, അല്ലെങ്കിൽ അയാൾ അത് അത്ര രീതിയിൽ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ അവസ്ഥ ഓരോ സാഹചര്യത്തിനും ഓരോ നിയമങ്ങളാണ്. അതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒരു പുതിയൊരു ഓഫീസിൽ നമ്മൾ ജോയിൻ ചെയ്ത ദിവസം വലിയ മാറ്റങ്ങളൊന്നും അവിടെ നിർദ്ദേശിക്കാൻ നിൽക്കരുത്. നമ്മൾ അവിടെ ജെല്ലായതിനു ശേഷം മാത്രമേ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളവിടെ മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പീപ്പിൾ പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും.